അയ്യോ ഗൈസ് പക്കാ ശോകം ശോകം ഇമ്മാതിരി ശോകമില്ല. പൊളി മധുരമില്ല. ഞാൻ ആദ്യം അബദ്ധം ചെയ്ത ഡിസംബർ 1-ാം തീയതിയാണ്. ശരിയാണത്. ഞാൻ ഫസ്റ്റ് അബദ്ധം ചെയ്ത ഡിസംബർ 1-ാം തീയതിയാണ്. പിന്നെ ഫുള്ള് അബദ്ധങ്ങളായിരുന്നു. അപ്പം നമ്മളെ റമദാൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്ന് 8ാമത്തെ നോമ്പാണ്. അപ്പോൾ കുറച്ച് നേരം പെയ്ത് ഏകദേശം 5:30 മണിയായി. ഞാൻ കുറച്ചൊരു പണി ഉണ്ടായിരുന്നു, കുറച്ച് തിരക്ക് പെട്ട്. അപ്പോൾ ഇതിലും കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലിപ്പോഴാണ് കിച്ചണിൽ കയറിയത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം, എന്തൊക്കെ ഉണ്ടാക്കണമെന്നും ഇന്ന് നമ്മളെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം. അപ്പോൾ നമ്മളിന്ന് പച്ച മാങ്ങോണ്ടേ ജ്യൂസ് അടിച്ചോട്ടെ. ഏതായാലും വെറുതെ കേടെത്തുണ്ടല്ലോ, ആകെ ഉണങ്ങി. ജ്യൂസ് ടാങ്ക് കളിക്കും. രണ്ടാമത് നമ്മളെന്നേ മാങ്ങ ജ്യൂസ് അടിച്ച് നോക്കാം. ഇത് എന്താണെന്ന് അറിയില്ല, ചെറുതായിട്ടൊരു വാട്ടുണ്ട്. ഇപ്പം എന്തൊക്കെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇതിലത്തെ ഉണ്ടാക്കണേ മാങ്ങ നോക്കെ ആകെ പാടിയാണ്. പൊട്ടിച്ചൊക്കെ ജ്യൂസ് വെച്ചോട്ടെ. ഞാൻ ജ്യൂസ് അടിക്കോ ഓടാ. ഈ ചെറിയ മാങ്ങ കൊണ്ടത്തെ ഉണ്ടാക്കാൻ അജ് അവിടെ വേറെ മാങ്ങണ്ടേ, അത് വലുതാ പോയി പൊട്ടിച്ചുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചിട്ടുണ്ടെങ്കില് നെയ്ച്ചോറും ചിക്കൻ കറിയും കട്ട്ലേറ്റും ഫ്രൂട്ട്സും ജ്യൂസും ഇതാണ്. അതെ അതെ. അപ്പൊ ഞാനതല്ല ജ്യൂസ് അടിക്കാം. ടൈമില്ല കേട്ടോ, ഒന്നും കുറച്ച് നേരം 5:30 ആയിട്ടുണ്ട്. ബാബു പച്ചമാങ്ങയായിട്ട് ജ്യൂസ് അടിക്കാനുള്ള പപ്പാടിലുണ്ട്. നമ്മളെ മരത്തുമ്മള്ള വാങ്ങുന്നില്ല ബാബു. സങ്കടത്തോടുകൂടി ജ്യൂസ് അടിക്കും കേട്ടോ. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മാങ്ങ. നമ്മൾ ആദ്യമായിട്ട് ഇന്നലെ ഫസ്റ്റ് എടുത്തല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോ ഇത് വാടി പോവാണ്. നമ്മളിപ്പോ ചെക്ക് ചെയ്തപ്പോ മരം തന്നെ ഏകദേശം അടി പറ്റൊക്കെ കിടന്നാണ്. അപ്പൊ എന്തായാലും ഇവിടെ ബാബു ജ്യൂസ് അടിച്ചോണ്ടിരിക്കാണ്. മകത്തെ പണി ഇമ്മ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. നെയ്ച്ചോറ് ഞാനാണ് ഉണ്ടാക്കുന്നത്. അതിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ വെക്കണമ്മ. അപ്പൊ ഗൈസ് ഇത് കണ്ടു നിങ്ങൾ, നല്ല ചോര കളറുള്ള സാധനം ചിക്കൻ കറി. ഇത് കട്ട്ലേറ്റുള്ള സാധനമാണ് ഇതില്. ജ്യൂസ് അടിക്കുന്ന പേര് പറഞ്ഞാണ്ട് ഇവിടെ ഒന്നാകെ കുച്ചറാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. എന്താ മോത്തൊരു ചെറി. ഇവിടെ ആരോ എന്തോ പറഞ്ഞല്ല, നമുക്ക് മാങ്ങയിട്ട് ചമ്മന്തി വെച്ചാലോ എന്നാ. അടിപൊളി ജ്യൂസ് പച്ച കളറാണ്. എന്താ കുടിച്ചു നോക്കിയാലപ്പോ ഇതിന്റെ ABCD അറിയാൻ പറ്റുള്ളൂ കേട്ടാ. അതിലും ഭാഗോട് കേട്ടാ. ടൈം എത്രയാണ് സത്യം പറയണെങ്കില് 6 മണി ആവാൻ ഇനി ഒരു 5 മിനിറ്റ് കൂടി. അതിന്റെ ഉള്ളിൽ ഇപ്പൊ ഇത് ഉണ്ടാക്കി തീരുന്ന ഗൈസ്. നല്ല പിസ്ത കളർ പോലത്തെ ജ്യൂസ് ഇവിടെ ആയിട്ടുണ്ട്. അതെ അതെ, തീരുണ്ടാവൂല എന്നൊക്കെ പറഞ്ഞത്. എങ്ങനെ എനിക്കൊരു പിടുത്തല്ലോ അതെന്താവും. കുടിക്കാം അല്ലേ, കുടിച്ചാ മതി. അങ്ങനല്ല, ഇങ്ങനെ കുടിക്കുക. ജ്യൂസ് അരിക്കലില്ലല്ലോ, അരിക്കണോ. ചില പേര് കമന്റ് ചെയ്യുന്ന അരിക്കലില്ല. ചണ്ടി ചപ്പറൊക്കെ ഉണ്ടെങ്കിലേ അരിനെ പോയിക്കോട്ടെ അരിക്കണേ, അല്ലാതെ ഇത് അരിക്കണമെന്നില്ല. ഇപ്പൊ ഏകദേശം കഴിക്കാൻ പോയില്ലേ. അങ്ങനെ ദിലുവിന്റെ സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് കട്ടിലുണ്ടാക്കലോ. മാംഗോ ജ്യൂസ് റെഡി ആയിക്കാണ്ട് ഫ്രിഡ്ജ് അവസ്ഥ അറിയില്ല കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കാണ്ട് ലൈഫില്. വലിയ ഡയലോഗ് അടിച്ചിക്കാണ്ടേ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കട്ടെ, നമുക്ക് മാങ്ങ ജ്യൂസ് ഉണ്ടാക്കട്ടെ, പച്ചമാങ്ങന്റെ ജ്യൂസ് ഉണ്ടാക്കാൻ നല്ല അടിപൊളിയാണ് അവര്. എന്നിട്ട് ഇപ്പൊ ബാബു അടിച്ചിങ്ങാണതിൽ മധുരം ഉണ്ടോ നോക്കിക്കാണി പറഞ്ഞപ്പോളെ ഞാൻ ഇതിന് മുന്നേ കഴിച്ചു നോക്കിയിട്ടില്ലല്ലോ, എനിക്ക് അതിന്റെ ടേസ്റ്റ് ഒന്നും അറിയില്ല. ഏതായാലും അതിന്റെ അറിയില്ല. ഏതായാലും നോമ്പർക്കും പറയാം ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇനിയിപ്പൊ ആ നേരത്തെ എന്തോ പോകും, അങ്ങനെ തെക്കടില്ല. അപ്പോൾ ഏതായാലും ഗൈസ് മുട്ട ചേട്ടാ അവിടെ. അപ്പോൾ മുട്ടത്തിന് മറ്റേ നമ്മളെ കട്ട്ലേറ്റിന് മുട്ട വേണം പറഞ്ഞു. അപ്പോൾ അത് കൊണ്ടുവരാൻ പോട്ടെ. ഇവിടെ മേലെ തന്നെ നമ്മൾ എടുത്തതിൻ്റെ കട ഉണ്ട്, അവിടെ പോയിട്ടുണ്ടോ അറിയില്ല. അവിടെ ചിലപ്പോൾ ഉണ്ടാവില്ല.
മാറ്റി പിടിച്ചിട്ട് എന്നും കട്ലറ്റുമ്പോ കൂടിയേക്കാ. എത്ര കാട്ടും എന്റെ വീട്ടിലുള്ള രണ്ടെണ്ണത്തിന്റെ കട്ട്ലറ്റിനെ പറ്റുള്ളൂ. ഇത് വെറൈറ്റി എന്തേ പിടിക്കണം, വെറൈറ്റിയാ വെറൈറ്റി എന്തേ പിടിക്കണം. നാളെ ഒരു വെറൈറ്റി ആക്കി കൊടുക്കും. ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ മതി. എന്താണ് അതിന് എന്ത് ടേസ്റ്റാണ്. ഇന്നലെ രാത്രി പിന്നെ ഒന്ന് ഉറങ്ങിയോട് ഞാൻ ചോദിച്ചാ ഉറക്കത്ത് പറഞ്ഞിട്ട് അപ്പൊ ഒക്കെ കിട്ടുന്നുണ്ടോ? ഞാൻ ഇജനാരും ഉറക്കത്തില് ഇജുറക്കത്ത് പറയണേ, ഇജുറക്കത്ത് പറയണ ഇജറിയാ വിസിലടിക്കാൻ റെഡി ആയിക്കോട്ടെ. നെയ്ച്ചോറ് വിസിലടിക്കാൻ റെഡി ആയിരിക്കും. ഇപ്പൊ കുക്കും പള്ള പൊട്ടി ഇപ്പൊ കുക്കും. അപ്പൊ ഇന്ന് മുട്ട ഇല്ലാത്ത കാര്യം ഓർമ്മയില്ല. അപ്പൊ ബാങ്ക് കൊടുക്കാൻ ടൈം ആയപ്പോ മുട്ട കൊടുത്തപ്പോ പകുതി മുക്കാലും കട്ട്ലേറ്റ് ഇതാക്കി വെച്ചിട്ടുണ്ട്. മുട്ട മുക്കാലത്തന്നെ നമ്മൾ എന്ത് ചെയ്തു വെച്ചാല് ഷേപ്പിനൊന്നും നോക്കണില്ല, നന്നായി അങ്ങനത്തെ ഒരു അൽക്കുലത്ത് കട്ട്ലേറ്റ് മുട്ട വേണ്ടേ, മുട്ട ഇല്ലാതെ ചെയ്തു. മുട്ട പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ മുട്ട വെറുതെ പൊടിച്ച് ചേർത്തണം. നാളെ മറ്റേ ഇനിയിപ്പോ അടുത്തൊന്നും കട്ട്ലേറ്റ് ഇല്ല കേട്ടാ. ഇനി ഒരു 20ാമത്തെ നോമ്പിന് കട്ട്ലേറ്റ് വേറെ വെറൈറ്റി പിടിക്കുകയെ. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് അടിപൊളി വെറൈറ്റി ഇരിഞ്ഞുണ്ടോ. നാളെ നാളെ അപ്പൊ നമുക്ക് നാളെ ഉണ്ടാക്കാം ഇൻഷാ അല്ലാഹ്. കോഴിമുട്ടക്ക് പോയ പോലെ ഒരു മുട്ടയിൽ മുക്കാതെ ഒരു വലിയ ആളമാരി ഉണ്ടാക്കിയതാണ്. അത് നായ്ക്കോലായി. ഇപ്പൊ കട്ടാട്ട്ലേറ്റ് ആയി. ഞാൻ വിചാരിച്ചു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇങ്ങനെ ഈ സാധനം പൊടിക്കുണ്ടല്ലോ, അപ്പൊ കുഴപ്പമുണ്ടാവില്ല വിചാരിച്ചു. എണ്ണയിലിട്ടപ്പോ ഇതിന്റെ മസാല ഒക്കെ പടി 4 കഴിക്കും. എണ്ണയിലിട്ടപ്പോ എന്തായി? കട്ട്ലേറ്റ് എന്തായി? മറ്റേ എന്ത് മാതിരി എത്ര പറഞ്ഞത് മറന്നല്ല പേര്, കിളിക്കൂട് വരെ ഉരുണ്ടിക്ക. എനിക്ക് വല്ല ധാരണ നമ്മള് ഒരു അബദ്ധം ആർക്കും പറ്റൂല. ഫുൾ അബദ്ധമാണ്. ഡെയിലി ഒരു അബദ്ധമാണല്ലോ. അതെ അതെ, ഞാൻ ആദ്യം അബദ്ധം ചെയ്ത ഡിസംബർ 1-ാം തീയതിയാണ്. ശരിയാണത്. ഞാൻ ഫസ്റ്റ് അബദ്ധം ചെയ്ത ഡിസംബർ 1-ാം തീയതിയാണ്. പിന്നെ ഫുള്ള് അബദ്ധങ്ങളായിരുന്നു. എന്ത് ചെയ്യാനാ, നമുക്ക് ഒരു പ്രാവശ്യം എന്താണ് അടി തെറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് പാളിച്ച. എന്നോട് അത് ഇപ്പം പറഞ്ഞു, ഇയാള് പറഞ്ഞു കൈ നോക്കുന്ന ആളെ കണ്ടശി തന്നെ കൊണ്ടേ പോകുള്ളൂ. എന്താ ചെയ്യാ, ശനി എന്ന് പറഞ്ഞ സാധനം വന്ന് കുടുങ്ങിയ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യം. ശരി. കുടി കുടി പൊളി. മധുരമില്ല. എത്തമ്മ വാങ്ങിച്ചു ഇങ്ങനെ മാങ്ങ മതിയാർക്ക് ഉപ്പും മുളകും കൂട്ടി തിന്നീനെ എത്ര നന്നായി. പച്ചമാങ്ങയില്ലേ എത്ര കിട്ടുവോ? പച്ചമാങ്ങ ഇഷ്ടമില്ല. അല്ല കൊല്ലി ഞാൻ ഇതിപ്പോ ഇതിപ്പോ സമ്മന്തി അച്ഛനേക്ക് വെള്ളം മറന്ന മതി. പാലിട്ട് ബാബുവാ പച്ചമാങ്ങ പിടിച്ചാകാം. അയ്യോ ഗൈസ്, പക്കാ ശോകം ഇമ്മാതിരി ശോകമില്ല. ഇത് ഉപ്പും മുളകും കൂട്ടി ഇന്നലെ രാത്രി തിന്ന എന്തൊരു രസമുണ്ടായിരുന്നു. ഞാൻ കാല് പിടിച്ചാ പറഞ്ഞതാണ് രണ്ടാളോട് ജ്യൂസ് അടിക്കണ്ടാന്ന്. മോനെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഇപ്പൊ ചോദിക്കണ പാല് ഒഴിച്ചില്ല ചെയ്തില്. എന്ത് പറയാ, എന്തായാലും ഒരു കുടുക്ക കലക്കി വെച്ചിക്കണ്. എന്തെങ്കിലും കാട്ടിക്കോട്ടെ, അത് തൊള്ളേക്കാൻ പറ്റും. ചിക്കൻ കറി, മുളകിട്ട ചിക്കൻ കറിയാണ്. നല്ല രസമുണ്ടാവുമ്പോ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇന്ന് സാധാരണ ഞാൻ ബാബ ഒറ്റക്ക് കണ്ടതെന്നല്ലേ, ഇമ്മ ഉണ്ടെന്ന്. ഉമ്മമ്മക്ക് ഇന്ന് കുറച്ച് വയ്യായി ഉണ്ട്, എന്താണെന്ന് അറിയില്ല എന്തായാലും. അപ്പം മമ്മി അപ്പുറത്ത് നിന്ന് കണ്ട് നല്ല ഫുഡടിയിലാണ്. ഇനി എന്തായാലും എന്തായാലും ഫുഡ് കഴിക്കട്ടോ. മടക്കോന്ന് പറഞ്ഞിട്ട് പച്ചളം കുടിക്കണം. മമ്മി ഫുഡ് കഴിക്കാണ്, ഞാൻ ഇരുന്നിട്ടുള്ളൂ കേട്ടോ, കഴിക്കൽ തുടങ്ങിയിട്ടില്ല. ഗൈസ്, നമ്മള് കേൾക്കണ്ടോന്ന് അറിയില്ല കേട്ടാ. നമ്മള് അങ്ങനെ നോമ്പർക്കൽ കഴിഞ്ഞിട്ട് നേരെ കൊളായിക്ക് വന്നു കേട്ടാ അല്ലേ. ഇവിടെ പെരുന്തരക്ക പെരുഞ്ചന അവിടെ മാനസ
ആ മെയിൻ ആയിട്ടുള്ള ആ ഭാഗത്ത് നമ്മുടെ ടർഫിന്റെ അവിടേക്ക് പോയിട്ടില്ല കേട്ടോ. അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പൊ അങ്ങനെ ഒഴിഞ്ഞങ്ങാണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാണ്. ഇറങ്ങണം. ഇരിക്കാൻ സ്ഥലം ഇല്ലാഞ്ഞിട്ടേ ബൈക്കിന്റെ എന്ത് സെന്റർ സ്റ്റാൻഡാ ഇട്ടുകാണ്ട് ടൈം ഇരിക്കാണ്. ബാബുനെ പുറത്തേക്ക് ഇറക്കി. ബാബുനെ താങ്ങൂലല്ലോ. ഞാൻ പിന്നെ ചെറിയൊരു കാനായോണ്ട് ഞാൻ വേറെ ചെറിയൊരു ഉപ്പുചാക്കിന്റെ കനല്ലേ. അപ്പൊ ഏതായാലും കാല് നീട്ടിയൊക്കെ സ്ഥലമുണ്ട് എനിക്ക്. ബാബുന് കാല് നീട്ടിച്ച് കുത്തിറക്കണം കേട്ടോ. കാണുന്നുണ്ടോ അറിയില്ല. ഞാൻ തന്നെ ഇവിടെ ലൈറ്റ് ഇല്ലാത്തോണ്ട് ഫ്ലാഷ് അടിച്ചിട്ടാണ് വീഡിയോ എടുക്കണത്. ഇവിടെ കാറ്റും ഉണ്ട്, തിന്നാനും ഉണ്ട്. കുറച്ച് വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം അല്ലേ. നല്ല ഭംഗിയുണ്ട്. ഒന്നാകണ്ടോ അടിയിലൊക്കെ ആൾക്കാർ ഇരിക്കണ്ടല്ലേ. അടിയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഫ്ലാഷ് അടിക്കണ്ട, അവർ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഉണ്ടോ അവിടെ നിറച്ചു ആൾക്കാരാണ് ഈ ഭാഗത്ത്. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മിനൂട്ടിക്ക് പോവാന്നാണ് ട്ടാ. മിനൂട്ടിന്ന് കേട്ടപ്പോ തന്നെ ബാബു ഒച്ചട്ടിട്ടോട്. അപ്പൊ ഇന്നെ കൊണ്ട് പറ്റൂല, എല്ലാം തന്നെ അതിന്റെ ഉള്ളിൽ കൂടെ പോയി മനസ്സിലാ സമാധാനം. റോഡ് ഫുള്ള് കംപ്ലീറ്റ് ആണ്. പോയാലേ പൊടിയും ശല്യവും. ഇവിടെ ആൾ കൂടെ കാരണത്ത് ഇവിടെ നല്ല വൃത്തിയാണ് റോഡ്. റോഡിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് മിനൂട്ടി അത്ര ഇഷ്ടം. അവിടെ പോയി ഇരിക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷെ മിനൂട്ടിന്റെ റോഡുള്ള പ്രശ്നം അവിടെ പാണ്ടിലോര് കൊണ്ട് പോകാറ്റുള്ളൂ. അതേ റോഡാണ്. മിനൂട്ടിയില് പിന്നെ എന്താണ് കൊറേ പാർക്കൊക്കെ വന്നങ്ങാണ്ട് ആൾക്കാരില്ല, പോണോലുണ്ട് ട്ടാ. ഞങ്ങള് കൊറേ ആയി മിനൂട്ടിക്ക് പോയിട്ട് അല്ലേ. എത്രയോ ആയി മിനൂട്ടിക്ക് പോയിട്ട്. അപ്പം ഇപ്പൊ ചോദിച്ച എവിടേക്കെങ്കിലും പുറത്തേക്ക് ഒന്ന് പോവാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരെ പറയല് കൊളായിയാണ്. നമുക്ക് കൊളായിക്ക് വന്നാ വേറെ ഒരു സ്ഥലം അറിയില്ലാന്ന് തോന്നുന്നുണ്ട്. അവിടേക്ക് ഇറക്ക കോട്ടക്കുന്ന് കേക്കണേ ഇവിടെ പറ്റൂല. നടക്കാനും കോട്ടക്കുന്ന്, എവിടേക്കെങ്കിലും പോവാണെങ്കിലും കോട്ടക്കുന്നൊക്കെ. പക്ഷെ ആ ചെരുപ്പടി മലക്കില്ലേ, അവിടൊക്കെ നല്ല രസല്ലേ പോയി പോവാന്. മിനൂട്ടിക്ക് അല്ലാതെ പോവാലാ. അല്ലാതെ പോവാലാ. ബാബു പറയട്ടാ അതെ ആർക്ക് അടങ്ങിയ ഒരു ഭാഗത്ത് ഇരുന്നോണ്ടില്ലേ മല്ലടിച്ചങ്ങാണ്ട് കിടക്കും നിലത്ത്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ കേട്ടോ. നമ്മള് ചിലപ്പോ വീട്ടിൽ പോയി വെക്കും പുറത്ത് തന്നെ. കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി പേടിപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മള് ഇങ്ങനെ മിനൂട്ടിക്ക് വന്നല്ല കൊളായിക്ക് വന്നിക്കണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മള് പ്രതീക്ഷിക്കും. അതെ അതെ ഗൈസ്, അങ്ങോട്ടൊക്കെ പോയിങ്ങാണ്ട് അവിടൊക്കെ കാഴ്ച പറ്റുകയാണെങ്കിൽ അങ്ങനെ വെറുതെ കൈ കടയാണ് ഗൈസ്. ഈ ബാബു ഫോൺ എടുക്കൊന്നും പിടിക്കൂല മാറ്റിങ്ങാണ്ട്. ഭയങ്കര മടിയനാണ് ഫോൺ പിടിക്കാന്ന് പറഞ്ഞാൽ. ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ എന്റെ മാപ്പിളിന്റെ മയത്തിൽ മടി ഭൂമിയിലും ആറാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നങ്ങാണ്ട് പോകുമ്പോ അവിടെ വേടിക്കാൻ ഇങ്ങനെ വീഡിയോയില് കിട്ടണൊക്കെ വീഡിയോയില് ആഡ് ചെയ്യാട്ടാ. കാട്ട് നോക്കട്ടെ ചെറുതാ. എന്നത് ഒരു വേഗം ഞങ്ങള് മലപ്പുറത്ത് കുന്നുമല ഇട്ടു. നല്ല തിരക്കാ. മദീന സ്റ്റോറത്തെ അവലിക്ക് മൊജിന് പിടിക്കാൻ വന്നാ. പിന്നെ ഇവിടുത്തെ മർജാനാണ് മുഹബത്ത് ക സർവത്താണ് മെയിൻ. എടുത്ത് അതേമാതിരി മർജാനി എനിക്ക് മർജാനുണ്ടോ. ബാബു എന്താ മുജിറ്റോ എങ്ങനുണ്ട് നോക്കട്ടെ. എന്റെ മെയിൻ സാധനം പൊതീന.
തരിപ്പ് നമ്മളെ കൊണ്ട് നടക്കൂല. വേണ്ട വേണ്ട. അങ്ങനെ ഗൈസ് നമ്മളിപ്പോ റൂമിലെത്തിയിട്ടുണ്ട്. കുറച്ച് നേരമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട്. എത്ര മണിയാവുമ്പോ 8:30 പോയിട്ടുള്ളൂ സംഗതി. ഫുഡ് ആദ്യം കഴിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആദ്യം 8:30 മണി പോയപ്പോൾ കൊളായി പോയി. പിന്നെ കുറച്ച് നേരം നേരെ മലപ്പുറം പോയിട്ട് ഇതിൽ പറഞ്ഞു അവരും കുടിക്കണം പറഞ്ഞപ്പം കുന്നും പോയി അവരും കുടിക്കും. ഞാനൊരു മൊജിറ്റും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ നമുക്കൊരു ഒരു പാർട്ടിലേക്ക് നേരെ പോകുന്ന വീട്ടിലേക്ക് അങ്ങനെ കൊടുത്തൊരു സോപ്പും വാങ്ങി ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി. ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ ഇപ്പൊ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇപ്പൊ പോയില്ലേ ബാബു, ആ മറ്റേ എന്ത് സ്ഥലത്തിന്റെ പേര്, നമ്മളമ്മ വാങ്ങുന്ന സ്ഥലത്തിന്റെ പേരെന്താ? മച്ചിങ്ങൊന്നും മാങ്ങുന്ന ഒരു മസാല മാങ്ങ. ചെമ്മീന മസാല വലിയൊരു എരിവില്ല, വലിയൊരു നല്ല ടേസ്റ്റ്. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടാ. ഞാൻ അങ്ങനെ മാങ്ങ കഴിക്കുമ്പോ എപ്പോഴും എരിവായിട്ട് ഒഴിവാക്കലാണ്. ഉപ്പിലിട്ടാ ഞാൻ കഴിക്കല് കൂടുതൽ. കഴിക്കലില്ല, ഞാൻ കഴിക്കലില്ല. നാളിപ്പോ പരി കൊണ്ടുപോയപ്പോ ഒരു കുറച്ച് മാങ്ങ അത് ടേസ്റ്റും ഇല്ല. ചീത്ത എന്താ ഇത് പറയുമ്പോൾ തൊള്ളി വെള്ളം മുട്ടാനൊക്കെ അടിപൊളി ടേസ്റ്റ് ചെയ്യണം. നമ്മളിഞ്ഞും അതിൽ പോകുമ്പോൾ വാങ്ങണം. മച്ചിന് എത്രയും മുന്നേ. അപ്പൊ ബാബു പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഉപ്പിലിട്ട് വാങ്ങണോ തിന്നണോന്ന് പറഞ്ഞ ആള് അവിടെ ഇറങ്ങിയാണ് 3-4 തിന്നു. എനിക്കൊരു ചടപ്പ് കാരണം പറഞ്ഞാല് എല്ലായിടത്തും എരിവാണ് ഇപ്പൊ. അപ്പോൾ ചോദിച്ചു എരിവില്ലാത്തതല്ലേ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഏറ്റവും കുറവ് എരിവിലാണ് പറഞ്ഞു. രസം. അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടതിലേക്ക് സപ്പോർട്ട് ചെയ്യാം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇതേമാതിരി നമ്മളപ്പം കട്ടൊക്കെ ഉണ്ടാകട്ടെ. എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് പറയാണെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം പറയാം. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.